കൂരിക്കുയി തങ്ങൾ തങ്ങളല്ലാതെ ഇവർ പ്രസംഗിച്ചില്ലേ? തങ്ങന്മാർക്ക് തങ്ങന്മാരല്ലാന്നാ പറയുന്നത്. കൂരിക്കുയി തങ്ങൾ തങ്ങളല്ലാതെ പ്രസംഗിച്ചില്ലേ? ഇവിടെ തൃശൂർ ജില്ലയിൽ കൂഴിക്കുഴി എന്ന സ്ഥലത്ത് കുറെ കാലം സലാത്ത് നടത്തിയ ഒരു കൊട്ടേഷൻ തങ്ങൾ ഉണ്ടായിരുന്നു. അയാൾ തങ്ങൾ അല്ല. അയാളെ തങ്ങളാക്കിയത് വേറെ ചില ആളുകളാണ്. ഇനി ഞാൻ അവരെ പേര് പറയുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം, തങ്ങളല്ല, അത് ദീപിലെ കോയയാണ്. വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, എന്റെ ഉപ്പയുടെ പരമ്പരയും എന്റെ ഉമ്മയുടെ പരമ്പരയും എന്റെ ഉമ്മയുടെ ഉമ്മയുടെ പരമ്പരയും എനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. സയ്യിദ് മുഹമ്മദ് മൗല തങ്ങളുടെ അഥവാ കണ്ണൂരിലുള്ള തങ്ങളുടെ 4ാമത്തെ പിതാവിന്റെ സഹോദരന്റെ 5ാം തലമുറയിലെ പേരക്കുട്ടിയാണ് വിനീതനായ ഞാൻ. ഈ സനത് ശരിയല്ല, സത്യമല്ല, വെറും ഒരു കോയയാണ് എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അവർ ഞാൻ ജീവനോടുകൂടെ ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ഖബറിലൊന്നുമല്ല, വേറെ എവിടെയുമല്ല. എന്റെ അഡ്രസ്സും എന്റെ സനതും എല്ലാം അറിയുന്നതാണ്. അവർക്ക് വരാം, ചർച്ച ചെയ്യാം. ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ പറയുന്ന സനതൊന്നും ശരിയല്ല, നിങ്ങളെ സനതുകളും നിങ്ങളെ രേഖകളും ഇന്നതാണ്, നിങ്ങളെ പിതാമഹന്മാർ ഇന്നവരാണ് എന്ന് ആരെങ്കിലും രേഖാമൂലം എനിക്ക് വരികയാണെങ്കിൽ അൽഹംദുലില്ലാ, അത് ഞാൻ സ്വീകരിക്കാനും തയ്യാറാണ് എന്ന് സമൂഹത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് വിവരമില്ലാത്ത കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളെ മുമ്പിൽ പറഞ്ഞ് ഈ സമുദായത്തിനിടയിൽ ചിത്രതകൾ ഉണ്ടാക്കരുത് എന്ന് വിനീതമായി പണ്ഡിതന്മാരോടും അല്ലാത്തവരോടും ഓർമ്മപ്പെടുത്തി. എന്നിട്ട് തങ്ങൾ അവർ ഉപ്പാപ്പാന്റെ പേര് പറഞ്ഞില്ലേ? ഇവർ ഇന്ന് വരെ പൊരുത്തപ്പെടിച്ചോ? തങ്ങളല്ല എന്ന് പറയാൻ പറ്റും ഒരാളെ പറ്റി? ഞാൻ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ കോടതിയിൽ നിൽക്കുമ്പോ, റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ ചെല്ലുമ്പോ, എന്റെ ഒരു മകനെ നീ മകനല്ല എന്ന് പറഞ്ഞില്ലടോ എന്ന് പറഞ്ഞാൽ ഹൗദുൽ കൗസറിന്റെ അടുത്തുനിന്ന് എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുമ്പോ തോബ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇവർക്ക് സനത് ഉണ്ട്, അതിന് സനത് ഉണ്ടോ? തങ്ങളല്ല എന്ന് പറയാം, അല്ല എന്ന് പറയാൻ സനത് വേണ്ടേ? ആണെന്ന് പറയാൻ മാത്രം മതിയോ സനത്? എന്ത് വകയില പറഞ്ഞു?